Let's continue with classification. Earlier I showed you how to build a decision tree, but at each step we were supposed to make a decision which attribute is going to be the splitting attribute. These are some of the methods which can be used for deciding which attribute is to be selected for splitting the splitting of the data. If we were to split D into smaller partitions according to the outcomes of the splitting criteria, ideally each partition would be pure. Pure means എല്ലാ യെസ് ആയിരിക്കും അല്ലെങ്കിൽ എല്ലാം നോ ആയിരിക്കും. ആ രീതിയിലാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ when we are choosing a method to partition D, what we want is that every partition should be as far as possible the whole set of class must be the same. But that's not always possible, as we saw earlier. But each step, that is what we are trying. Now, the method that is used for this is, first, a ranking is given to each attribute. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ട് എടുത്തിട്ട് അതിനൊരു റാങ്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് എല്ലാ ആട്രിബ്യൂട്ടിൻ്റെയും ഹയസ്റ്റ് റാങ്ക് ഏതാണെന്നുള്ളത് എടുത്തു വെച്ചിട്ട് ആ ആട്രിബ്യൂട്ടിനെ ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Now, supposing ഈ ആട്രിബ്യൂട്ട് ന്യൂമറിക് വാല്യൂ അല്ല, കണ്ടിന്യൂസ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂസ് വാല്യൂവിൽ ഒരു പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേർ വി വിൽ ദെൻ സ്പ്ലിറ്റ് ദ ആട്രിബ്യൂട്ട് ഇൻ ടു സബ്സെറ്റ്സ്. ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ആ പോയിന്റിൻ്റെ ഗ്രേറ്റർ ദാൻ ഒരു സെറ്റ് ഓഫ് വാല്യൂസ്. അങ്ങനെയാണ് കണ്ടിന്യൂസ് വാല്യൂസിൻ്റെ കണ്ടുപിടിക്കുന്നത്. Then a node is created with this splitting criteria. Branches are grown. ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന് എന്തെല്ലാം വാല്യൂസ് ഉണ്ടോ അത് ഓരോന്നും ഓരോ ബ്രാഞ്ച് ആയിരിക്കും. എന്നിട്ട് ആ ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഗെയിൻ നമ്മുടെ ഡേറ്റാബേസിനെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പം ഓൾറെഡി ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ആസ് പ്യുവർ ആസ് പോസിബിൾ. അടുത്ത ഒരു സ്പ്ലിറ്റോ ഒന്നോ രണ്ടോ സ്പ്ലിറ്റോ മിനിമം നമ്പർ ഓഫ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്നതെന്നുള്ളതാണ് ഈ ആട്രിബ്യൂട്ട് സെലക്ഷനിൽ നിന്നും നമ്മൾ നോക്കുന്നത്. Now, the first method that we are going to learn is information gain. ഇൻഫർമേഷൻ തിയറി യൂസ് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ഗെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് ഓരോ ആട്രിബ്യൂട്ടിൽ ഇപ്പോൾ എനിക്ക് 3 ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ടും കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് ഇൻഫർമേഷൻ ഗെയിൻ, സെക്കൻഡ് ആട്രിബ്യൂട്ടും കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇൻഫർമേഷൻ ഗെയിൻ, തേർഡ് ആട്രിബ്യൂട്ടും കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ദിസ് ഇസ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി. ഇൻഫർമേഷൻ തിയറിയുടെ ഫോർമുലാസ് ആണ് ഇതെല്ലാം. പ്രോബബിലിറ്റി യൂസ് ചെയ്ത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ആട്രിബ്യൂട്ടാണോ ഹയസ്റ്റ് ഇൻഫർമേഷൻ ഗെയിൻ ഉള്ളത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യും ഫസ്റ്റ് സ്പ്ലിറ്റിന് വേണ്ടി. അടുത്ത പ്രാവശ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ ഡി ആണുള്ളത്. ബിക്കോസ് വി വിൽ സ്പ്ലിറ്റ് ദ ഹോൾ ഡേറ്റാബേസ് ഇൻ ടു സെക്ഷൻസ് ബേസ്ഡ് ഓൺ വിച്ച് അവർ ആട്രിബ്യൂട്ട് വി സെലക്റ്റഡ്. നമ്മൾ യൂത്ത് സെലക്ട് ചെയ്തപ്പം നമ്മൾ ഫുൾ ഡേറ്റാബേസ് ഡിനെ ഏജ് സെലക്ട് ചെയ്തപ്പം യൂത്തും മിഡിൽ ഏജ്ഡും സീനിയറും ആയിട്ട് 3 ആയിട്ട് നമ്മൾ തിരിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ ഓരോ സെപ്പറേറ്റ് സ്മോളർ ഡേറ്റാബേസസിനെ എടുത്തിട്ടാണ് അടുത്ത സ്പ്ലിറ്റ് ഏതാ വേണ്ടിയെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇൻഫർമേഷൻ ഡി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Okay, now what is information of D? Information of D simply is the average amount of information needed to identify the class label. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ എക്സാമ്പിളിൽ 2 ക്ലാസ് ലേബിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, യെസ്സും നോയും. ഇതെടുത്ത് കഴിയുമ്പോൾ ഇതാണ് ക്ലാസ്സസ്. നമുക്ക് 2 ക്ലാസ് ലേബിളാണ്, യെസ്സും നോയുമാണ് ഉള്ളത്. ഈ ക്ലാസ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്സിനെ കണ്ടുപിടിക്കാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ടോ, വൈനെ കണ്ടുപിടിക്കാനായിട്ട് നോയിനെ കണ്ടുപിടിക്കാനായിട്ട് എത്ര പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇൻഫർമേഷൻ ഓഫ് ഡി. ഇൻഫർമേഷൻ ഓഫ് ഡി ഈസ് ഓൾസോ കോൾഡ് എൻട്രോപ്പി ഓഫ് ഡി. നൗ സപ്പോസിങ് വി ഡിസൈഡ് ദാറ്റ് ഏജ് ആണല്ലോ നമ്മൾ ആദ്യം എടുത്തത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏജിൻ്റെ അകത്ത് വി ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ട്. നമ്മുടെ കേസിൽ വി എന്ന് പറയുന്നത് 3 ആയിരുന്നു. ഏജിൽ യൂത്തും മിഡിൽ ഏജ്ഡും സീനിയറും ആയിരുന്നു ഉണ്ടായിരുന്നു. സോ ദർ വർ 3 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്. എന്നിട്ട് ദ ഡേറ്റ ഡിക്കകത്തുള്ള ഫുൾ ഡേറ്റയെ 3 സെറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. യൂത്തിന് ഒരു സെറ്റ്, മിഡിൽ ഏജിന് ഒരു സെറ്റ്, സീനിയറിന് ഒരു സെറ്റ്, അങ്ങനെ 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഏജ് ആട്രിബ്യൂട്ടെ ബേസ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് ഇൻഫർമേഷൻ ഓഫ് ഡി
based on A is equal to dj by d. So j is ഒന്ന് യൂത്ത്, ഒന്ന് മിഡിൽ ഏജ്ഡ്, ഒന്ന് സീനിയർ. സോ ഡി ജെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡി ഇൻറ്റു ഇൻഫർമേഷൻ ഓഫ് ഡി ജെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ ഇൻഫർമേഷൻ ഓഫ് യൂത്ത് കണ്ടുപിടിക്കണം, ഇൻഫർമേഷൻ ഓഫ് മിഡിൽ ഏജ്ഡ് കണ്ടുപിടിക്കണം, ഇൻഫർമേഷൻ ഓഫ് സീനിയർ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് 3 വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഈ ഇൻഫർമേഷൻ ഓഫ് എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് കഴിയുമ്പോൾ ഗെയിൻ ഇസ് സിമ്പിൾ. ആട്രിബ്യൂട്ട് ഏജിൽ നമ്മൾ ഗെയിൻ കണ്ടുപിടിക്കുവാണെങ്കിൽ ഇൻഫർമേഷൻ ഓഫ് ദ ടോട്ടൽ ഡേറ്റ സെറ്റ് മൈനസ് ഇൻഫർമേഷൻ ഓഫ് ദി attribute of the data set based on split at A. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണോ ഗെയിനിൻ്റെ വാല്യൂ അതാണ് നമ്മൾ ഡേറ്റയെ ഏജയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിൻ. അങ്ങനെ തന്നെ നമുക്ക് വി ഡോണ്ട് ഹാവ് എ സിംഗിൾ ആട്രിബ്യൂട്ട്. ഏജ് മാത്രമല്ല നമുക്ക് ഉള്ളത്, വി ഹാവ് ഗോട്ട് ഇൻകം, സ്റ്റുഡൻറ്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഗെയിൻ കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെയും ഗെയിൻ കണ്ടുപിടിച്ചിട്ട് ഈ 4 വാല്യൂവിലും ഏതാണോ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആ വാല്യൂ ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. Now, as I told you, gain of A is equal to information of D minus information of D with the attribute A, splitting attribute A. Now, information of D എന്ന് പറയുന്നത് summation of minus summation of I is equal to 1 to m. 1 to m എന്ന് പറയുന്നത് എത്ര ക്ലാസ്സസ് ഉണ്ടോ അതാണ്. ഈ കേസിൽ നമുക്ക് 2 ക്ലാസ്സേ ഉള്ളൂ, ഒരു എസ് ക്ലാസ്സും ഒരു നോ ക്ലാസ്സുമേ ഉള്ളൂ. ദാറ്റ് ഇസ് PI log PI. Okay, and information of D to the base A എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. Now let's look at the actual example. Information of D. Okay, നമുക്ക് നമ്മുടെ ടേബിൾ നോക്കാം. ഓക്കെ, എത്ര എസ് ഉണ്ട് ഈ ടേബിളിൻ്റെ അകത്ത്, എത്ര എസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. 9 ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 14 ഉണ്ട്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് യെസ് ഇസ് 9 out of 14 ആൻഡ് നോ ഇസ് 1 2 3 4 5. സോ പ്രോബബിലിറ്റി ഓഫ് നോ ഇസ് 5 out of 14. ഈ 2 വാല്യൂ മതി നമുക്ക് ടു ഫൈൻഡ് ഔട്ട് ഇൻഫർമേഷൻ ഓഫ് ഡി. സോ നൗ വി ഹാവ് information of D is equal to minus probability of yes log to the base 2 probability of yes minus probability of no log probability of no to the base 2. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ to the base 2 ആണെന്നുള്ള കാര്യം മറക്കരുത്. യെസ് നമ്മൾ ഓൾറെഡി നോക്കി, 9 എണ്ണമാണ് 14 യെസ് ഉള്ളത്. സോ ദിസ് പാർട്ട്, ദ യെസ് പാർട്ട് ഇസ് minus 9 by 14 into log 9 by 14 to the base 2. And no 5 എണ്ണമാണ് 14 ഉള്ളത്. So this part is for no. 5 out of ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we get 0.940 bits. Okay, so ഇൻഫർമേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും ബിറ്റ്സിലാണ്, ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനിലാണ്. അതുകൊണ്ടാണ് 0.940 ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻഫർമേഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു ദി ആട്രിബ്യൂട്ട് ഏജ്. ഇതാണ് ആദ്യത്തെ ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിന് 3 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, യൂത്ത് ഉണ്ട്, മിഡിൽ ഏജ്ഡ് ഉണ്ട്, സീനിയർ ഉണ്ട്. സോ വെൻ വി എക്സ്പാൻഡ് ദി ഇക്വേഷൻ, ദിസ് ഇസ് വാട്ട് വി ഗെറ്റ്. നമ്പർ ഓഫ് യൂത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഡി ഇൻറ്റു ഇൻഫർമേഷൻ ഓഫ് ഡി യൂത്ത്. യൂത്തിൻ്റെ മാത്രം എടുത്തിട്ട് യെസ് എത്രയാ നോ എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ മൈനസ് പി യെസിൻ്റെയും മൈനസ് പി ലോഗ് നോയിൻ്റെയും കണ്ടുപിടിക്കണം ഫോർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു യൂത്ത്. അതേപോലെ ഇവിടെ കൗണ്ട് ഓഫ് മിഡിൽ ഏജ്ഡ് ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു ഇൻഫർമേഷൻ ഓഫ് ഡി മിഡിൽ ഏജ്ഡ് മാത്രം എടുത്തിട്ട് ചെയ്യണം. പ്ലസ് ഡി സീനിയറിൻ്റെയും അതേപോലെ ചെയ്യണം. ഈ 3 വാല്യൂസും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൻസറാണ് ഇൻഫർമേഷൻ ഓഫ് ഡി ബേസ്ഡ് ഓൺ ഏജ്. ഇനി ഡി ബേസ്ഡ് ഓൺ ഏജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഡി ബേസ്ഡ് ഓൺ ഏജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദെൻ
Here we have information of D youth. എത്രയാണ് നമുക്ക് ടേബിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂത്ത് നമുക്ക് 5 എണ്ണം ഉണ്ട്. 1 2 3 4 5. ഈ 5-ൽ ഇത് രണ്ടും നോ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 എണ്ണം നോ ഉണ്ട്. യൂത്ത് ഇത് യെസ് ആണ്, ഇതും യെസ് ആണ്. സോ വി ഹാവ് ഗോട്ട് 3 നോസ് ഔട്ട് ഓഫ് 5 ആൻഡ് 2 യെസ്. 3 ഔട്ട് ഓഫ് 5 ആൻഡ് 2 ഔട്ട് ഓഫ് 5. യെസ്സിന് 2ഉം നോയിന് 3ഉം ആണ്. യൂത്തിൻ്റെ കേസിലാണ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. യൂത്തിൻ്റെ 5 വാല്യൂസ് ആണുള്ളത്. അതിലെ 3 എണ്ണം നോയും 2 എണ്ണം യെസ്സും ആണ്. സോ ഇഫ് വി ലുക്ക് അറ്റ് ഇൻഫർമേഷൻ ഓഫ് യൂത്ത്, യെസ്സിൻ്റേത് ആദ്യം എഴുതിയിരിക്കുന്നു, നോയിൻ്റെ അടുത്ത് എഴുതിയിരുന്നു. സോ -2/5 log 2/5 to the base 2 and -3/5 log 3/5 to the base 2. ഇത് വീണ്ടും ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടേബിൾ നോക്കുവാണെങ്കിൽ മിഡിൽ ഏജ്ഡ് എല്ലാം യെസ്, ദർ ഇസ് നോ നോ. അതുകൊണ്ട് ഇറ്റ് ഇസ് -4/4 log 4/4 to. അങ്ങനെ നോക്കിക്കഴിയുമ്പം ഇത് മുഴുവനും കാൽക്കുലേറ്റ് ചെയ്യുക. സീനിയറിന് 3 out of 5 ആണുള്ളത്. സോ ദിസ് ഇസ് ദ ഇൻഫർമേഷൻ ആൻഡ് നോയ്ക്ക് 2 out of 5. സോ ദിസ് ഇസ് ദ ഇൻഫർമേഷൻ ഗെയിൻ ഫോർ സീനിയർ. ഈ വാല്യൂസിനെ മറ്റേ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഇടുക. ദാറ്റ് ഇസ് ഇതിലേക്ക്, ഇവിടെ ഈ വാല്യൂസിലേക്ക് ഇവിടെ ഇൻഫർമേഷൻ ഓഫ് ഡി യൂത്തും ഇൻഫർമേഷൻ ഓഫ് ഡി മിഡിൽ ഏജ്ഡും ഇൻഫർമേഷൻ ഓഫ് ഡി സീനിയറിലും ഇത് അപ്ലൈ ചെയ്യാം. നൗ ഹൗ മെനി യൂത്ത് ആർ ദർ? 5 out of 14 ആണ് യൂത്ത് ഉള്ളത്. മിഡിൽ ഏജ്ഡിന് 4 out of 14. അതുപോലെ സീനിയറിനും 5 out of 14. ഈ വാല്യൂസ് എല്ലാം ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് ഇൻഫർമേഷൻ ഓഫ് ഡി വിത്ത് ആട്രിബ്യൂട്ട് ഏജ് ഈസ് ഈക്വൽ ടു 0.694. അപ്പോൾ ഗെയിൻ ഓഫ് ഏജ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0.940 മൈനസ് 0.694 വിച്ച് ഇസ് ഈക്വൽ ടു 0.246 bits. ഇതാണ് നമുക്ക് ഗെയിൻ ആയിട്ട് കിട്ടുന്നത്. ഏതിന്? only for the first attribute age. ഏജിൻ്റെ മാത്രമാണ്. ഇതേപോലെ തന്നെ we have to calculate for all the attributes. അപ്പോൾ ഗെയിൻ ഓഫ് ഇൻകം കണ്ടുപിടിക്കണം. ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്താൽ തന്നെ ഇനി ഹോംവർക്കായിട്ട് ചെയ്യാം. ഞാൻ ഫൈനൽ വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗെയിൻ ഓഫ് സ്റ്റുഡൻറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ ഗെയിൻ ഓഫ് ക്രെഡിറ്റ് റേറ്റിങ്ങും കണ്ടുപിടിക്കണം. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഏതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് നോക്കുക ഗെയിനിൽ. എന്നിട്ട് നിങ്ങൾ നോക്കുമ്പം ഏജിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് അതായിരിക്കും ഫസ്റ്റ് സ്പ്ലിറ്റിംഗ് ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എവിടൊക്കെയാണ് ലീഫ് നോഡ്സ്? എല്ലാം ലീഫ് നോഡ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വെച്ച് നമുക്ക് നിർത്താം. പക്ഷേ ഇതെല്ലാം ലീഫ് നോഡ്സ് അല്ല. അപ്പം ലീഫ് അല്ലാത്ത ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അതിനെ അടുത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ വീണ്ടും അടുത്ത ഏതാണോ സ്പ്ലിറ്റ് ടേബിൾ ഉള്ളത് അതിനെ ഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ സ്റ്റെപ്പുകളെല്ലാം വീണ്ടും ചെയ്ത് അടുത്ത ഏത് ആട്രിബ്യൂട്ടാണ് ഹയർ ഗെയിൻ ഉള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താണ് ഡിസിഷൻ ട്രീ നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇഫ് വി വിൽ ബി ലേണിംഗ് അൽഗോറിതംസ്. ID3 എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അൽഗോറിതത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻഫർമേഷൻ ഗെയിൻ. Here you can see that this is yes and no. ഇതിപ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ടേബിൾ തന്നെയാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സിൻ്റെയും ഗെയിൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തതുണ്ട്. ഇത് ആദ്യത്തേതിന് 0.246 ആയിരുന്നു. സോ യു ലുക്ക് ഓവർ ഹിയർ ഇറ്റ് ഇസ് 0.029, 0.151, 0.048. അതുകൊണ്ട് വി നോ ദാറ്റ് ഏജ് ആണ് ഹയസ്റ്റ് ഗെയിൻ ഉള്ളത്. ബിക്കോസ് ഏജ് ഹാസ് ഗോട്ട് ഹയസ്റ്റ് ഗെയിൻ, ആദ്യത്തെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഇസ് ഗോയിങ് ടു ഹാപ്പൺ ഓൺ ഏജ്. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഏജെ ബേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ യൂത്തിൻ്റെ എല്ലാവരുടെയും ഇതാണ് ടേബിളായിട്ടുള്ളത്. ഇവിടെ യെസ്സും ഉണ്ട് നോയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഫൈനൽ ലീഫ് അല്ല. ഇനി ഈ ടേബിളിനെ പുതിയ ഡി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അടുത്ത ഇതിലേതിനെ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോഴാണ് നമുക്ക് സ്റ്റുഡൻറ്റിനായിരിക്കും ആ സ്റ്റെപ്പിൽ ഹയസ്റ്റ് ഗെയിൻ കിട്ടുന്നത്. അപ്പം സ്റ്റുഡൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യും. സ്റ്റുഡൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം വി വിൽ ഓൾറെഡി ഹാവ് ദ
ലീഫ് നോട്ട്സ്, യെസ്സും നോയും. അതുകൊണ്ട് ഇത് പിന്നെ ഫെർദർ ഡിവൈഡ് ചെയ്യണ്ട. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം യെസ്സാണ്. അതുകൊണ്ട് ഇവിടെ ഇനി വേറെ സ്പ്ലിറ്റ് വരത്തില്ല. ദിസ് വിൽ ബി ദ ലീഫ് നോഡ് യെസ്. ഇതും യൂത്ത് ചെയ്ത പോലെ തന്നെ വീണ്ടും ചെക്ക് ചെയ്യണം ഏത് 3 ആട്രിബ്യൂട്ട്, ഈ 3 ആട്രിബ്യൂട്ടിൽ ഏതിനാണ് ഹയർ ഗെയിൻ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയറിനായിരിക്കും, ദാറ്റ് ഇസ് ക്രെഡിറ്റ് റേറ്റിംഗിനായിരിക്കും ഹയസ്റ്റ് ഗെയിൻ ഉള്ളത്. ആൻഡ് അത് ബേസ് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഫെയർ ആണെങ്കിൽ യെസ്, എക്സലൻ്റ് ആണെങ്കിൽ നോ, ആൻഡ് ദെയർ വി എൻഡ് ദ സ്പ്ലിറ്റ്. ഇങ്ങനെയാണ് ഇൻഫർമേഷൻ ഗെയിൻ യൂസ് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. ഈ ഇൻഫർമേഷൻ ഗെയിനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടാണ് വാല്യൂസ്. ജസ്റ്റ് നൗ വി ലുക്ക്ഡ് അറ്റ് ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഓക്കെ, കണ്ടിന്യൂസ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏജ് ഇൻസ്റ്റെഡ് ഓഫ് യൂത്തും മിഡിൽ ഏജ്ഡും സീനിയറും പറയുന്നതിന് പകരം കറക്റ്റ് ഏജ് ആയിട്ടാണ് 5 years old അല്ലെങ്കിൽ 6 years old, 15 years old, 25 years old അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ദി ഏജ് ഇൻ അസെൻഡിങ് ഓർഡർ. ചെറുത് തൊട്ട് വലുത് വരെ ആയിട്ട് ഏജിനെ നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 അഡ്ജസൻറ്റ് വാല്യൂസ്, സേ ദാറ്റ് എനിക്ക് ഒരാൾ 15 years oldും വേറൊരാൾ 17 years oldും ആണ് ഫസ്റ്റ് 2 വാല്യൂസ് എന്ന് വിചാരിക്കുക. ഡിഫറെൻറ്റ് വാല്യൂസ്, ഫസ്റ്റ് 2 അഡ്ജസൻറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് 15 and 17. 15, 17ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ, അതായത് 16 എടുക്കുക. എന്നിട്ട് അതിന് സ്പ്ലിറ്റായിട്ട് കൺസിഡർ ചെയ്ത് അതിൻ്റെ എ കണ്ടുപിടിക്കുക. എന്നിട്ട് കീപ് ഡൂയിങ് ദിസ്. എല്ലാ അഡ്ജസൻറ്റ് വാല്യൂസിൻ്റെ ഇടയിലുള്ള സ്പ്ലിറ്റ് പോയിൻ്റ്, മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് സ്പ്ലിറ്റ് പോയിൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് അതിൻ്റെ എല്ലാം ഗെയിൻ കണ്ടുപിടിക്കുക. അതിൻ്റെ എല്ലാം ഗെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഏതിനാണോ ഹയർ ഗെയിൻ ഉള്ളത് അതിനെ ആയിരിക്കും സ്പ്ലിറ്റ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് D1 ഡേറ്റയെ ഡിവൈഡ് ചെയ്യുമ്പം ആ സ്പ്ലിറ്റ് പോയിന്റിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കുന്നതെല്ലാം ഒരു ഡേറ്റ സെറ്റും ഗ്രേറ്റർ ദാൻ ആയിരിക്കുന്നതെല്ലാം അടുത്ത ഡേറ്റ സെറ്റും എടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യും. ഇങ്ങനെ തന്നെ വിൽ കീപ് പ്രൊസീഡിങ് ടിൽ വി ആർ ഏബിൾ ടു ഗെറ്റ് ദ ലീഫ് നോട്ട്സ്. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് വാല്യൂ ആണെങ്കിൽ ഇൻഫർമേഷൻ ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് ലെസൺ. അടുത്ത ലെസണിൽ നമുക്ക് അടുത്ത മെഷർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. താങ്ക് യു.